ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും സിനിമാ ലോകത്തെ വലിയൊരു പൊളിച്ചെഴുത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. സത്യത്തിൽ നടിയെ ആക്രമിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിലെ കുറേ കാര്യങ്ങൾ, സെക്സ്, കള്ളുകുടി, അധോലോകം തുടങ്ങിയ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നും അത് പുറത്തു വരേണ്ടതുണ്ട് എന്നും ഒരു പുരുഷാധികാരം സിനിമയിൽ നിലനിൽക്കുന്നു എന്നും പറയുന്നത്. അങ്ങനെ WCC രൂപീകരിക്കുന്നു. പിന്നീട് നമ്മളൊക്കെ പല കാര്യങ്ങളും കണ്ടതാണ്. പക്ഷേ ഈ കമ്മീഷനെ നിയോഗിച്ചതും അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ദിലീപിനെ വീഴ്ച വരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അതിലുണ്ടാകുമെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമ പ്രവർത്തക ശ്രീല പിള്ളയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. മാഡം, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ദിലീപാണ് പലരുടെയും ഫോക്കസ് കേന്ദ്രമായിരുന്നത്. പക്ഷെ അതൊക്കെ തകർന്നടിഞ്ഞു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴല്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളെ സിനിമാ മേഖല മാത്രമല്ല, കേരളത്തിലെ ഏത് മേഖല നോക്കിയാലും, മാധ്യമ പ്രവർത്തനമായാലും ഏത് മേഖല നോക്കിയാലും കേരളത്തിലെ ഒരു പൊതു സമൂഹത്തിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. കാരണം പുരുഷന്മാരാണ് എല്ലാ മേഖലകളും ലീഡ് ചെയ്യപ്പെടുന്നതെന്നും സ്ത്രീകളൊക്കെ അതിൽ തരം താണവരാണെന്നും ഒരു ധാരണ എല്ലാ സ്ഥലത്തുമുണ്ട്. അത് ഏത് ഓഫീസ് എടുത്താലും, അത് ആശുപത്രി എടുത്താലും, ഏത് സ്ഥലം, പത്രപ്രവർത്തന രംഗം എടുത്താലും, ഏത് സ്ഥലത്ത് വെറുതെ ഒരു സാധാരണ ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു കൺസൾട്ടൻസി എന്തെങ്കിലും നടത്തുന്ന ഒരു ഓഫീസ് എടുത്താലും അവിടുത്തെ മേലധികാരി എന്ന് പറയുന്നത് 90% ആൾക്കാരും അവിടുത്തെ പുരുഷന്മാർ തന്നെയായിരിക്കും. ആ പുരുഷന്മാരുടെ തണലിൽ മാത്രം നിൽക്കാൻ വിധിക്കപ്പെടുകയാണ് പലപ്പോഴും സ്ത്രീകൾ. ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് തീർച്ചയായും അത് വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. ഇത് ഞാനും ധന്യയും ഉൾപ്പെടെ എല്ലാവരും അനുഭവിക്കുന്നതാണ്. പലപ്പോഴും നമ്മളൊക്കെ ജോലി ചെയ്ത മേഖലകളിൽ ഇത് പ്രകടമായി ഉണ്ട് താനും. അതിനെ റെസിസ്റ്റ് ചെയ്യുന്നവരെ പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് സിനിമാ മേഖലയിൽ. സിനിമാ മേഖലയിൽ എത്തുമ്പോൾ സ്ത്രീകളെ വെറും പ്രോപ്പർട്ടി മാത്രമാണ്. ഒരുപക്ഷെ അത്രത്തോളം മറ്റു മേഖലകളിൽ ഇല്ലെങ്കിൽ പോലും സിനിമാ മേഖലയിൽ മറ്റേത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇത് ഇവരുടെ പുരുഷാധിപത്യം ഇവരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകളുടെ ശരീരം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കുകയും അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിൽ നിലനിന്ന് പോകാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മീ ടു മൂവ്മെന്റ് ആയിട്ട് തന്നെ ഇത് പലരും പുറത്തു വന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പലപ്പോഴും പറഞ്ഞും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു WCC എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് സ്ത്രീകൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? മഞ്ജു വാര്യർ ഒരു പരിപാടിക്കിടയിൽ ഇതിലൊരു കോക്കസ് ഉണ്ട് എന്ന് പറയുകയും ആ കോക്കസ് ദിലീപാണ് എന്ന തോന്നലുണ്ടാവുകയും ആ തോന്നലിന് മുകളിൽ കുറച്ച് സ്ത്രീകളെല്ലാം കൂടി ഒന്നിച്ച് വരികയും ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു നടിയും ആക്രമിക്കപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളെല്ലാം കൂടി ഒന്നിക്കുകയും ഈ സ്ത്രീകൾ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. അത്രയും കാലം സിനിമയിൽ ഉണ്ടായിരുന്ന ആരും തന്നെ ഇത് പുറത്തു പറയാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് സ്ത്രീകൾ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്നത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും അവിടെയുള്ള പ്രശ്നം ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഞ്ജു വാര്യരും അതുപോലെ തന്നെ വിധു വിൻസെന്റ് പോയ പ്രശ്നം മറ്റൊരു പ്രശ്നമാണ്. വിധു വിൻസെന്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. മഞ്ജു വാര്യരും സുരഭി ലക്ഷ്മിയും ഒക്കെ ഈ സംഘടനയിൽ നിന്ന് മാറി നിന്നു, അകലം പാലിച്ചു എന്നുള്ളതാണ്. അവർക്കൊക്കെ അത്യാവശ്യം വേഷം കിട്ടും. വിധു വിൻസെന്റ് സിനിമയുമായി ബന്ധപ്പെട്ട, സംവിധായകയുമായി ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നു പാർവതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് പുറത്തുപോയത്. മറ്റു വിഷയങ്ങൾ എടുത്ത നിലപാടുകൊണ്ടല്ല. ഒരുപക്ഷെ വിധു അങ്ങനെ ഒരു ഇരട്ട സ്റ്റാൻഡിന്റെ ആളാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇവിടെ ഏറ്റവും അധികം ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നം ഇത് മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. മഞ്ജു വാര്യരെ പോലെ ഒരു നടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു നടിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം മഞ്ജു വാര്യർ ഇവരോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ പല കാര്യങ്ങളും മഞ്ജു വാര്യർക്ക് ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇവർക്ക് കുറച്ചുകൂടി ബലം കൊടുക്കാനും ഒക്കെ കഴിയുമായിരുന്നു. ആ കൂട്ടായ്മയിലുള്ള, നമുക്കറിയാം, ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും മഞ്ജുവിനെ പോലെ തന്നെ അഭിനയ പ്രതിഭകൾ, ഇപ്പൊ രമ്യ നമ്പീശനാണെങ്കിലും നല്ല നടിയാണ്, പാർവതി ആണെങ്കിലും നല്ല നടിയാണ്. അവരൊക്കെ അവരുടെ കരിയർ പോലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അവർ ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും മഞ്ജു വാര്യരുടെ ഈ പിന്മാറ്റം
അത് വളരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഭിനയത്തിൽ വളരെ മുമ്പന്തിയിൽ നിൽക്കുമ്പോഴും അത് വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഒരു കാര്യത്തെ ടാക്കിൾ ചെയ്യാൻ കഴിവുള്ള നടി കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, ഒരുപക്ഷെ അവസരവാദം എന്ന് നമുക്ക് പറയാനും കഴിയും. പക്ഷെ അവരുടെ കുടുംബജീവിതം അടക്കമുള്ള വിഷയങ്ങളിൽ അവരെടുത്ത നിലപാടുകൾ അവർ ഒരു പക്ഷേ മറ്റൊരു വിഷയത്തിലും എടുക്കാത്ത പോലെ പേഴ്സണൽ വിഷയങ്ങൾ അടക്കമുള്ള നിലപാടുകൾ മഞ്ജു വാര്യരെ വളരെ പ്രിയങ്കരിയാക്കി മലയാള സിനിമയ്ക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ മഞ്ജു വാര്യർ കൂടി ഇവരോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഈ നടിമാർക്കൊക്കെ അവസരം നിഷേധിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു കൂട്ടം ആൾക്കാർ അത്തരത്തിൽ പ്രതിഷേധവുമായി നിൽക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ആൾക്കാർ വേറിട്ട് നിൽക്കുന്നതാണ് ഇതിൽ പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളുമൊക്കെ പല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവിടെയും സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കാറില്ല. ഇത് ആവശ്യമുള്ള ചില സ്ത്രീകൾ തരം പോലെ മാറുകയും ആ തരം പോലെ മാറുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവർ പ്രശ്നത്തിലാവുകയും ചെയ്യുന്നതാണ് കാണുന്നത്. എന്നാൽ സിനിമ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ് സ്ത്രീകളെ. ഞങ്ങളേവരും ഒറ്റക്കെട്ടായി സ്ത്രീ വിഷയത്തിലെങ്കിലും നിൽക്കും എന്ന് ചിന്തിക്കുന്ന കുറച്ചെങ്കിലും സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവിടെ പല ഫാക്ടേഴ്സ് വർക്കൗട്ട് ചെയ്യും. സ്ത്രീകളുമായിട്ടുള്ള വിഷയത്തിൽ പുരുഷന്മാരും ഇടപെടുന്ന പോലെയല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ഇടയിൽ എന്ത് ഈഗോ ഉണ്ടെങ്കിലും അവരെന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂവിന്റെയും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുടെയും ഒക്കെ പേരിൽ പലപ്പോഴും ഇവരൊക്കെ വേറിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് മഞ്ജു വാര്യർക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു. മഞ്ജു വാര്യർക്ക് അങ്ങനെ നിന്നേ പറ്റൂ. കാരണം ദിലീപുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, അതിനുശേഷം ഉണ്ടായ അവരുടെ വിവാഹമോചനം, അതുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് വേഷം കിട്ടേണ്ടതുണ്ട്. പക്ഷെ മഞ്ജു വാര്യരെ പോലെ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തു വെച്ചിട്ട് പോയ കഥാപാത്രങ്ങളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് മഞ്ജു വാര്യർക്ക് അവസരം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലപാട് എടുത്തിരുന്നുവെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ മഞ്ജു വാര്യരുടെ വാക്കുകളിൽ നിന്ന് ഉയർന്നു വന്നൊരു സംഘടന, ആ സംഘടനയെ മഞ്ജു വാര്യർ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന തരത്തിലേക്ക് മഞ്ജു വാര്യർ ഡിപ്ലോമാറ്റിക്കായി അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ച, അത് വലിയ അരോചകം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോ ഇന്നലെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലർ വന്ന് പറഞ്ഞു ഞാൻ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്യണം. മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്യല്ല. മഞ്ജു വാര്യരെ ഡിപ്ലോമാറ്റിക്കായി ഇടപെടുന്ന ആളായതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തിന് മഞ്ജു വാര്യർ അത്ര സ്വീകാര്യമായത്. ഒപ്പം അഭിനയ ശൈലിയും കൊണ്ടും ആ മഞ്ജു വാര്യർക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, മഞ്ജു വാര്യർ മൊഴി നൽകിയെന്നാണ് പറയുന്നത്, അവർക്ക് പീഡനത്തെക്കുറിച്ച് അറിയില്ലായിരിക്കാം. അവർക്ക് ചിലപ്പോൾ പീഡനം ഉണ്ടാകാനുള്ള അവസ്ഥ ഉണ്ടായി കാണില്ല. പീഡനമെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങളെയല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവരെ ആ തരത്തിൽ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുപോയി എന്ന തോന്നൽ ചിലപ്പോൾ ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം വന്ന സിനിമയിൽ തന്നെ ഒരു പ്രതീക്ഷ ഉണർത്തിയ ഒരു ആക്ട്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് വേഷങ്ങൾ കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. തിലകൻ പോലും, നമുക്കറിയാം, അഭിനയ ചക്രവർത്തിയായിരുന്ന തിലകൻ പോലും ഒരിക്കൽ പറഞ്ഞു, എനിക്ക് പോലും പേടി തോന്നിയിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ മഞ്ജു വാര്യരുടെ അഭിനയം കാണുമ്പോൾ, അത്രയ്ക്ക് സ്വാഭാവികതയോടുകൂടി അഭിനയിക്കുന്ന നടിയാണെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദിലീപ് ഒരു സിനിമാ രംഗത്ത് എല്ലാവരുടെയും ഒരു ടാർഗറ്റ് ആയിരുന്നു ദിലീപ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഒട്ടൊക്കെ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും അത് ജനങ്ങളുടെ ഇടയിൽ ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഈ വിഷയത്തിൽ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേസിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. കേസ് ഏതാണ്ട് വിധി വരാനുള്ള ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ക്രൂശിക്കാൻ കഴിയില്ല എന്ന് ചിലർക്കെങ്കിലും ഒക്കെ അറിയാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം വിധി എങ്ങനെയാകുമെന്നതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ, മാധ്യമപ്രവർത്തകയായതുകൊണ്ടും ഈ കേസിനെ കുറിച്ച് കുറെയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ടും എനിക്ക് ഒരു ധാരണയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് വരാമെന്നൊരു പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷേ ഈ റിപ്പോർട്ട് വേണം എന്ന് ശഠിക്കുകയും ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, കേരളത്തിലെ സർക്കാർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കാഫർ വിവാദമാണെങ്കിലും വയനാടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ വലിയ പ്രതിസന്ധിയിൽ സർക്കാർ നിൽക്കുന്ന ഒരു സമയത്ത്, ഈ സമയത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെങ്കിലും പുറത്തു വരുന്നത് തൽക്കാലത്തേക്കെങ്കിലും സർക്കാരിലേക്ക് ഫോക്കസ് പോകാതിരിക്കാനുള്ള കാരണമായി മാറും. അടുത്ത മാഡത്തിനോട് ചോദിക്കാനുള്ളത്, അതായത് ഈ വയനാട് വിഷയം, വയനാട് ജനങ്ങളുടെ പുനരധിവാസം, കാഫിർ വിവാദം, പാർട്ടിയിലെ തന്നെ പല വിവാദങ്ങൾ, ഇതൊക്കെ പിണറായി സർക്കാരിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആരെങ്കിലും പരാതി നൽകിയാൽ ആ പരാതിയിൽ മേൽ കേസെടുക്കാം. അതായത് സർക്കാരിനും കൂടി വേണ്ടപ്പെട്ടവരാണ് ഈ 15 പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നവരിൽ ഉള്ളവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ഫേവറായി മാത്രമേ പിണറായിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇതിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുക്കില്ല, ഇതിലൊരു കേസ് എടുക്കില്ല, ഇതിലൊരു നടപടിയുമായി മുന്നോട്ട് പോകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വർഷത്തെ മാധ്യമ പരിചയമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, പല സർക്കാരുകളുടെ കാലത്ത് മാധ്യമ പ്രവർത്തകയായി ഇരുന്നത് കൊണ്ട് ചോദിക്കുകയാണ്,
ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൽ സ്വമേധയാ ആർക്കെങ്കിലും എതിരെ കേസെടുക്കാൻ പിണറായി സർക്കാർ മുതിരുമോ? തീർച്ചയായും ഇല്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ ഇവരുടെ ആരോപണ വിധേയരുടെ പേര് വരുന്നത് അടക്കമുള്ള വിവരങ്ങൾ ഉണ്ട് എന്നാണ് സൂചന. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് ഈ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. പലരും അവരുടെ മൊഴി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോപണ വിധേയരായവർക്കെതിരെ ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള മൊഴി നൽകിയിട്ടുള്ളവർ, അതായത് ഇരകളാക്കപ്പെട്ടവരുടെ പേരുകൾ പുറത്തു പറയാനുള്ള നിർവാഹം സർക്കാരിനല്ല, അത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ മൊഴിയും പുറത്ത് പറയണ്ട എന്ന് പറയാം. പക്ഷേ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇത് എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ട് അനുസരിച്ച് ഒരു കമ്മീഷനെയാണ് സാധാരണഗതിയിൽ നിയമിക്കുക. ഇവിടെ ഒരു കമ്മീഷനെ അല്ല നിയമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതൊരു കമ്മിറ്റി മാത്രമാണ്. കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുക മാത്രമേ കമ്മിറ്റി ചെയ്തിട്ടുള്ളൂ. ഈ വിഷയങ്ങളിൽ ആരോപണ വിധേയരായവർ നൽകിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ക്രോസ് ചെക്ക് ചെയ്യുകയും അവരെ വിളിച്ചു വരുത്തുകയും അവരോട് മൊഴിയെടുക്കുകയും അവരെ കുറിച്ച് അന്വേഷിക്കുകയും ഇത് ശരിയാണോ എന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ ഒട്ടൊക്കെ ഒരു സാധ്യത ചിലപ്പോഴെങ്കിലും അത്തരത്തിലൊരു കേസ് എടുക്കാനുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സാധ്യതയില്ല. പിന്നെ ഈ കമ്മീഷനുകളുടെ കാര്യത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ള കമ്മീഷനുകൾ സർക്കാർ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഏതെങ്കിലും കമ്മീഷനുകളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായതായി നമുക്കറിയാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു തീരുമാനവും ഇന്നുവരെ കമ്മീഷനുമായി ബന്ധപ്പെട്ടില്ല. റിട്ടയർഡ് ജസ്റ്റിസുമാർക്ക് കുറച്ചു കാലം ഒരു സുഖവാസത്തിനൊക്കെ ഉള്ള ഒരു അവസരം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വീണ്ടും ഒരു സ്റ്റേറ്റ് കാറും അതുപോലത്തെ സൗകര്യങ്ങളും ഒക്കെ കിട്ടി. ഇപ്പോൾ 1 കോടിക്ക് മുകളിൽ ചിലവ് വന്നു ഈ കമ്മിറ്റിക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വീണ്ടും ഒരു കൺസൾട്ടൻസിയെ, അതായത് ഈ വിഷയങ്ങൾ പഠിക്കാൻ വീണ്ടും ഒരു കൺസൾട്ടൻസിക്ക് 1 കോടിയിലധികം രൂപ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഓർഡർ ആകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വീണ്ടും ഒരു കൺസൾട്ടൻസി, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഈ കൺസൾട്ടൻസിക്ക് എന്ത് അധികാര പരിധിയുണ്ട് എന്ന് നമുക്കറിയില്ല. ഒരു കൺസൾട്ടൻസിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു പ്രൈവറ്റ് കൺസൾട്ടൻസി ആയിരിക്കും. അപ്പോ നമുക്കറിയാൻ സാധിക്കുന്നത് എപ്പോഴും കൺസൾട്ടൻസിയുമായി വളരെ അടുത്ത ബന്ധം പുലർന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിക്ക് എല്ലാം കൺസൾട്ടൻസിയാണ്. മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിരിക്കുന്നതും ഈ കൺസൾട്ടൻസി, മുഖ്യമന്ത്രിയും മകളും ഒക്കെ ആരോപണ വിധേയരായിരിക്കുന്ന പല കൺസൾട്ടൻസി വിഷയങ്ങളിലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കൺസൾട്ടൻസിയെ നിയമിക്കുന്നത് ഇതിന്റെ പിന്നിൽ എന്ത് താല്പര്യമാണ് എന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അഭിപ്രായം അറിയാനുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അത് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. അത് വ്യക്തമാക്കുന്നേ ഇല്ല. വളരെ പെട്ടെന്ന് ഒരു കൺസൾട്ടൻസിയെ നിയമിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. തന്നെ നമുക്കറിയാം ഈ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരു മന്ത്രിയെ കുറിച്ചും ഈ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന പാർട്ടിയുടെ ഒരു മുൻ MLA കുറിച്ചും ഒക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ, ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഇവർക്കെതിരെയാണ് വരുന്നത്. കേരളത്തിൽ നമുക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയവരാണ് CPM-കാരെന്നാണ് പറയുന്നത്. സിനിമാ രംഗം അടക്കി ഭരിച്ചിരുന്നത് CPM-കാരല്ലേ? CPM-മായി ബന്ധപ്പെട്ടും ഇടത് ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരും ഒക്കെ അല്ലേ CPM-മായി ബന്ധപ്പെട്ടുള്ളവരല്ലേ സിനിമാ രംഗത്ത് അടക്കി ഭരിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണത്തിലേക്ക് പോകാതിരുന്നത്? അല്ലെങ്കിൽ സിനിമയുമായി എത്ര പേർ മീറ്റു ആരോപണവുമായി വന്നു? ആരും പരാതി കൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അത് ഏത് ഫീൽഡിലാണെങ്കിലും പരാതി കൊടുക്കാൻ ഒരാൾ എതിരെ നിൽക്കുകയും പരാതി കൊടുക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്താൽ അവരുടെ മൊത്തത്തിലുള്ള കരിയർ തന്നെ ഇല്ലാതാകുമെന്ന കാര്യം നമുക്ക് ഇവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കൊക്കെ അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. കരിയർ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തി മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു പ്രത്യേക കഴിവ് ഇടതുപക്ഷക്കാർക്ക് പ്രത്യേകിച്ചുണ്ട്, അത് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഈ ഗണേഷുമായി ബന്ധപ്പെട്ടും മന്ത്രി ഗണേഷുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇപ്പോ പലതരത്തിലുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ മുകേഷ് നടനുമായി ബന്ധപ്പെട്ടുമൊക്കെ ആരോപണങ്ങൾ പലതും വരുന്നുണ്ട്. ഇവരൊക്കെ CPM-ന്റെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്നവരാണ്. എങ്ങനെയാണ് ആ അന്വേഷണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുക? സർക്കാരിന് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ ആരോപണ വിധേയരായി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ആദ്യമല്ല, ഇതിനു മുമ്പും മുകേഷിനെ പറ്റി ഒരു വലിയ ഗുരുതരമായ ആരോപണം പുറത്തു വന്നിരുന്നു. ഒരു സംവിധായിക വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ എങ്ങനെയാണ് ഒരു നടപടി എടുക്കാൻ സർക്കാരിന് കഴിയുക? സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ചർച്ച നടത്തുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്റർടൈൻമെന്റ് മീഡിയാസ് കുറെ പേരുണ്ട്. മാധ്യമ പ്രവർത്തകർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന എന്റർടൈൻമെന്റ് ചാനലുകൾ നടത്തുന്ന ചെറിയ കുട്ടികൾ, അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇവരെല്ലാം മൈക്കും കൊണ്ട് ഏതെങ്കിലും സിനിമാ നടന്മാരുടെ പുറകിൽ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഇറങ്ങി നടക്കുന്നത്. ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയോ ഉദ്ഘാടനത്തിന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മൈക്കുമായിട്ട് ചെന്ന് അവരോട് ചോദിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളെ പറ്റി.
അവരോടാണോ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്? കേരളത്തിലെ സിനിമാ സംഘടനകളോട്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട്, കേരളത്തിലെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ സംവിധായകരോട്, ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹികളോട്, ഇങ്ങനെയുള്ളവരോടല്ലേ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മുതിർന്ന നടന്മാരോട്, അവരോടൊക്കെ പേടിച്ചിട്ട്, അവരെയൊക്കെ പേടിക്കുകയും അവരുടെ മുന്നിൽ മൈക്ക് വെക്കാൻ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ പാവം പിടിച്ച് ചെറിയ ചെറിയ സിനിമയിൽ അഭിനയിച്ച് ഇപ്പോഴൊക്കെ സിനിമയിൽ ഒന്ന് കയറി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരുന്ന നടന്മാരോടോ നടിമാരോടോ ഒക്കെ പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് എന്തറിയാനാണ്? അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അത് പിന്നെ ട്രോളുകളായും അവർ മോശം പറഞ്ഞതായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയല്ലേ ചെയ്യുന്നത്. ഇതിൽ പേര് നമുക്കറിയാം, 15 പേരുടെ പേരുണ്ടെന്ന് പറയുന്നു. ഈ ഗുണ്ടാ ഗാങ് ഇവിടെ ഉണ്ട് എന്നും സിനിമയിൽ ഒരു വലിയ ഗുണ്ടാ ഗാങ് ഉണ്ടെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ഇത് നേരത്തെ അറിയാത്ത കാര്യമാണോ? ഇത്തരത്തിലുള്ള ഗുണ്ടാ ഗാങ്ങുകൾ എവിടെയുമില്ലേ? കേരളത്തിലെ ഈ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്ന ശേഷം ഏത് മേഖലയിലാണ് ഗുണ്ടകളുടെ വിളയാട്ടമില്ലാത്തത്? ഒരു റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിൽ കേരളത്തിൽ ഗുണ്ടാശല്യത്തെ കുറിച്ച് അടുത്ത കാലത്ത് നമ്മൾ എത്ര ലേഖനങ്ങൾ, എത്ര പരമ്പരകൾ വന്നതാണ് കേരളത്തിലെ ഗുണ്ടാശല്യത്തെ കുറിച്ച്. അപ്പോ എവിടെയാണ് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകുന്നത്? എവിടെയാണ്? സിനിമാ രംഗത്ത് ഇത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സിനിമാ രംഗത്തേക്ക് വരുന്നത് ആരാണെന്നോ എന്താണെന്നോ യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ല. അതിന്റെ ഒപ്പം തന്നെയാണ് മയക്കുമരുന്നും മദ്യവും ഒക്കെ ചേർന്നുള്ള ഈ വിളയാട്ടങ്ങൾ കൂടി. ഇതിനു മുമ്പ് നിരവധി കഥകൾ വന്നിട്ടില്ലേ? ഒരു സിനിമാ സംവിധായകന്റെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി തുണിയില്ലാതെ ഇറങ്ങിപ്പോയൊരു കാര്യം നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇറങ്ങി ഓടേണ്ടി വരുന്ന അവസ്ഥ. എന്ത് നിലപാടാണ് സർക്കാർ എന്നൊക്കെ സ്വീകരിച്ചത്? ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അത് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിരുന്നത് കൊണ്ട് മാത്രം സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ തീരുമെന്നാണോ കേരളത്തിലെ സർക്കാരിന്റെയും ജനങ്ങളുടെയും ഒക്കെ ധാരണ? യഥാർത്ഥത്തിൽ ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന ഒരു നീക്കം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോ നടപ്പാക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ സിനിമാ രംഗത്തുള്ള എത്ര പേര് ഇതിൽ പ്രതിയാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു സാംസ്കാരിക നായിക, ഒരു എഴുത്തുകാരി പറയുന്നത് സുരേഷ് ഗോപി വിഷയത്തിൽ പ്രതികരിക്കണമെന്ന്. എന്നെങ്കിലും സുരേഷ് ഗോപിയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗോസിപ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം രാഷ്ട്രീയക്കാരനായി വന്നപ്പോൾ മാത്രമല്ലേ അദ്ദേഹത്തിനെതിരെ, അതും BJP-യിൽ ചേർന്നപ്പോൾ മുതലല്ലേ സിനിമാക്കാർക്ക് അനഭിമതന, അല്ലെ നാട്ടുകാർക്കും ഇടതുപക്ഷക്കാർക്കും അനഭിമതനായി അദ്ദേഹം മാറിയിട്ടുള്ളത്? അദ്ദേഹമാണോ പ്രതികരിക്കേണ്ടത് ഈ ആരോപണത്തിനെതിരെ മന്ത്രിമാരും മുൻ MLA-യും ഒക്കെയല്ലേ? എന്തുകൊണ്ടാണ് സാംസ്കാരിക നായകന്മാർക്ക് വാ തുറന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയാത്തത്? ഇതെല്ലാം ഇടതുപക്ഷം ഉണ്ടാക്കിയ എന്ത് പുരോഗമനവാദമാണ് ഇത്രയും കാലം ഇടതുപക്ഷം ഇവിടെ ഉണ്ടാക്കിയത്? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമാ രംഗത്തുണ്ടായ ഈ അപജയങ്ങൾ മൊത്തം സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പുരോഗമനം കൊണ്ടുണ്ടായതാണ്. സ്ത്രീകളെ അടക്കം മദ്യവും മയക്കുമരുന്നും കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരല്ലേ? നമ്മളോടൊക്കെ അതിശയത്തോടെ പലരും ചോദിച്ചിട്ടുണ്ട്, നീ മദ്യപിക്കില്ലേ, നീ സിഗരറ്റ് വലിക്കുക? അതായത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും രാസലഹരികളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാത്തത് ഏതാണ്ട് മോശപ്പെട്ട കാര്യമാണ്. പത്രപ്രവർത്തന രംഗത്ത് വരുന്നവർ അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ളവർ, അല്പം ബുദ്ധിയുള്ളവർ, എന്തെങ്കിലും കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നവരൊക്കെ ഇതിന്റെ ഈ കോക്കസിന്റെ ഭാഗം ആകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ, അവരാണ് ബുദ്ധിജീവികളെന്ന് സ്ഥാപിച്ചു കൊണ്ടുവന്നത് ആരാണ് ഇവിടെ കേരളത്തിൽ? യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു സംഭാവനയാണ്. സിനിമയിൽ അടക്കം ഉണ്ടായിട്ടുള്ള മുഴുവൻ അപജയങ്ങളുടെയും കാരണം ഇവിടുത്തെ സർക്കാരിന്റെ അപജയം തന്നെയാണ്. സർക്കാർ ഇത് ചെയ്താലും ഒന്നുമില്ല, എന്തും ചെയ്യാം എന്നത് പഠിപ്പിച്ചു കൊടുത്ത ഇടതുപക്ഷ സമീപനം ഇടതുപക്ഷ പുരോഗമനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ദിലീപിനെ ഞാൻ പറയട്ടെ, ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്രയും കാലത്തിനിടയിൽ, ഇത്രയും വർഷത്തിനിടയിൽ സിനിമ എന്നുണ്ടായ സിനിമയാണ്, എന്നു മുതൽ ഈ വിഷയങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാകുന്നത്. എന്നിട്ടും ആ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ദിലീപിന്റെ പേര് എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ, ശരിയാണ്, സിനിമയിൽ ചിലപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഒരു ലോബി, തിരുവനന്തപുരത്ത് ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ലോബി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണെന്ന അഭിപ്രായം ആർക്കും ഇല്ലാത്തവരാണ്. അവരൊക്കെ അവരുടെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സിനിമയിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് ചില സിനിമകളിൽ ചില നായകന്മാർ ചില പാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നു, അങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പോയിട്ടുള്ളതല്ലാതെ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണമുള്ളവരാണോ അവരൊക്കെ? ഇപ്പോഴും ചിലരെ മാത്രം, ചില ആൾക്കാരെ മാത്രം, അവർക്ക് അനഭിമതരായ ചിലരെ മാത്രം ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുന്നു എന്നത് വലിയ കാര്യമല്ലേ? അത്രയും പവർ ഗ്രൂപ്പ് ഒരു സിനിമാ നടന്, ഞാൻ പറയുന്നത് മുഖ്യധാരയിലേക്ക് വന്ന് സിനിമ മാത്രമായി കൊണ്ടുവന്ന ഒരു സിനിമാ നടന് കഴിയുന്നതിലും പവർ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരായ സിനിമാ നടന്മാർക്കല്ലേ കഴിയുക? പിന്നെ ആരെയാണ് ഈ കുറ്റം പറയുന്നത്? ഇത് സുരേഷ് ഗോപി മാത്രം, ഇപ്പൊ സുരേഷ് ഗോപി BJP-യിൽ പോയതുകൊണ്ട് ഇതിന് പ്രതികരിക്കേണ്ടത് സുരേഷ് ഗോപിയാണ് എന്ന വാദമാണ് ഈ ഒരു എഴുത്തുകാരൻ
കാര്യം, വേറെ ആരും പറഞ്ഞു തോന്നില്ല. ഇനി അത് സുരേഷ് ഗോപി പ്രതികരിക്കുന്നതാണ് നല്ലത്. അയാളാണ് സത്യം പറയുന്നത്. സുരേഷ് ഗോപി മാത്രമേ സിനിമാ രംഗത്ത് നിന്ന് ഈ വിഷയത്തിൽ സത്യം പറയാനും യോഗ്യതയുള്ള ആളുമേ ഉള്ളൂ എന്നുള്ള ധാരണയാണെങ്കിൽ ആ ധാരണയെ അംഗീകരിക്കാം. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി ആ എഴുത്തുകാരിയോട് ചോദിച്ചിട്ട് ആ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ട് സുരേഷ് ഗോപി ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത് നന്നാവും. അല്ലെങ്കിൽ ആരോപണ വിധേയരോട് ചോദിക്കണം, നിങ്ങളുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്, നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാമായിരുന്നില്ലേ എന്ന് എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? സിനിമാ രംഗം കൈയടക്കി വെച്ചിരുന്ന, സിനിമയുടെ മന്ത്രിയായിരുന്ന, സിനിമാ രംഗം കൈയടക്കി വെച്ചിരുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ? യഥാർത്ഥത്തിൽ അവരൊക്കെയല്ലേ അതിന് മറുപടി പറയേണ്ടത്? സുരേഷ് ഗോപിയാണോ മറുപടി പറയേണ്ടത്? തീർച്ചയായും ഈ വിഷയത്തിൽ, ഹേമ കമ്മിറ്റി വിഷയത്തിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം സിനിമയ്ക്കകത്തുള്ളവരും തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. വളരെ നന്ദി മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.